ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോട്ടീവ് ടോക്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിൽ തയ്യൽ മെഷീനുള്ള എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. പലർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും, എങ്കിലും കുറച്ച് പേർക്കൊക്കെ നിങ്ങൾക്കൊരു ഇതൊക്കെ ചെയ്യാമെന്നുള്ളൊരു ധൈര്യം കൂടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണ് ഈ എൻ്റെ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേരും ആ ജില്ലയുടെ പേരും ഒന്ന് കമൻറ്റിൽ ഇടണേ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, അതായത് നമുക്ക് എങ്ങനെ തയ്യൽ മെഷീൻ ഉപയോഗിച്ചിട്ട് വളരെ നിങ്ങൾക്ക് തയ്യൽ ഒരുപാട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ടൈലറിങ്ങിൻ്റെ അതൊന്നും ആവശ്യമില്ല, വലിയൊരു സംഭവം ഒന്നും ആവണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ജസ്റ്റ് ഒരു മടക്കി തയ്ക്കാനും ഒന്ന് എന്താ പറയേണ്ടത്, ഇതൊക്കെ തയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ആൾട്ടറിങ് ചെയ്ത് കൊടുക്കുക. ആൾട്ടറിങ് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ മാക്സി കാര്യങ്ങളൊക്കെ എല്ലാവരും എന്ത് ചെയ്യും, വണ്ണം കുറക്കാനും കൂട്ടാനും ഷേപ്പാക്കാനൊക്കെ കൊടുക്കലുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നെയ്ബേഴ്സും എല്ലാവരും നിങ്ങൾക്ക് ഇത് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, അവർ കൊണ്ടുതരും. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ടും നിങ്ങൾക്ക് കൊണ്ടുതരും. അപ്പോൾ ഈ സംഭവം വെച്ചിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ചെറുതായിട്ട്, അതായത് സീറോ ഉള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് കിട്ടുന്നത് തന്നെ വലിയൊരു സംഭവമല്ലേ. അതായത് നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് അത്ര നിങ്ങൾക്ക് ഇതിലൂടെ ആൾട്ടറിങ് ചെയ്ത് കൊടുത്താൽ കിട്ടുന്നതാണ്. ഇനി അടുത്തതാണ് നല്ലൊരു സാധ്യതയുള്ളൊരു ബിസിനസ്സാണ് സ്ക്രഞ്ചീസ്, ഹെയർ ബാൻഡ്, ഹെയർ ആക്സസറീസ് അങ്ങനെയുള്ളത്. അപ്പോൾ ഇതിന് ഒരുപാട് ചിലവോ കാര്യമൊന്നുമില്ല, മുതൽ മുടക്കൊന്നുമില്ല. നിങ്ങൾക്ക് സ്ക്രഞ്ചീസിൻ്റെ ബിസിനസ് തുടങ്ങാനാണെങ്കിൽ ജസ്റ്റ് ക്ലോത്തും തയ്യൽ മെഷീനും മാത്രം മതി. അത് നിങ്ങൾക്ക് ഓരോ ഷോപ്പിൽ കൊടുത്തിട്ടും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലോണം ഈ ഹെയർ ആക്സസറീസും ഇതൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഒക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ സ്ക്രഞ്ചീസ് എന്ന് പറയുന്നത്. എക്സ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് പ്രയർ ഡ്രസ്സ് അല്ലേ, ഇതുപോലത്തെ പ്രിന്റഡ് പ്രയർ ഡ്രസ്സുകൾ. ഇത് നിങ്ങൾക്ക് കുറച്ച് തയ്യൽ അറിയാമെങ്കിൽ യൂട്യൂബൊക്കെ നോക്കിയിട്ട് പ്രയർ ഡ്രസ്സൊക്കെ ഒന്ന് തയ്ച്ച് പഠിക്കുക. എന്നിട്ട് ഇതിൻ്റെ ബിസിനസ് തുടങ്ങാവുന്നതാണ്. ഇതേപോലത്തെ ക്ലോത്ത് നല്ല ഇഷ്ടം പോലെ നിങ്ങൾക്ക് റോ മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൽ കിട്ടും. അതുപോലെ തന്നെ ഓൺലൈനായിട്ടും കിട്ടും. ഓൺലൈനായിട്ട് ഫാബ്രിക് ഒക്കെ വിൽക്കുന്ന പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. മീറ്ററിന് 50 രൂപ ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഒന്ന് തയ്ച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രയർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ടെക്സ്റ്റൈൽസിലൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഓൺലൈനായിട്ടും എന്ത് ചെയ്യാം, ഓരോ കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതൊക്കെ എങ്ങനെ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതും ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടോ. അപ്പം അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ വീഡിയോസ് മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണം, എങ്കിലേ കിട്ടുള്ളൂ വീഡിയോസൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതാണ് പ്രയർ ഡ്രസ്സിൻ്റെ ഒരുപാട് ഡിസൈനുകൾ, ഒരുപാട് ക്ലോത്ത് നമുക്ക് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുന്നേ ഉള്ളൂ. തയ്യൽ മെഷീൻ ഉള്ളവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ടോപ്പ്, മാക്സി, നൈറ്റി അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ കഫ്ത നൈറ്റി, അതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ആൾട്ടറിങ് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ഒരു പണിയുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഈ നൈറ്റി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ നോർമൽ അല്ല, സ്റ്റാൻഡേർഡ് സൈസ് ഇല്ലേ, അതായത് XL അല്ലെങ്കിൽ 56, 58 അങ്ങനെ അതിൻ്റെയൊക്കെ സൈസുകളിൽ ഒന്ന് തയ്ച്ച് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, കാരണം അത് നമുക്ക് വലിയ ഷേപ്പ് കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രീ സൈസ് പോലെ ഉണ്ടാവാം. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് ഒരു പീസ് കാർഡ്ബോർഡിൽ അതിൻ്റെ സൈസൊക്കെ കട്ട് ചെയ്ത് വെച്ച് പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലോത്ത് എടുക്കാം, തയ്ക്കുക. എന്നിട്ട് ഷോപ്പിലും അതുപോലെ തന്നെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ നിങ്ങൾക്ക് സെയിലാക്കാൻ പറ്റുന്നതാണ്. ഇതുപോലത്തെ ക്ലോത്ത് എടുത്തിട്ട്
എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഷോപ്പിലേക്കൊക്കെ കൊടുക്കുന്ന യൂണിറ്റുകളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഓർഡേഴ്സൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ ഇതിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് തയ്യൽ പഠിക്കുന്നതും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, നിങ്ങൾ മസ്റ്റായിട്ടും ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ചെയ്യാം. നമ്മൾ ചെറിയൊരു എമൗണ്ട് ഇപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് പഠിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്, പണ്ടത്തെ പോലെയൊന്നുമല്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടെ ഫാഷൻ ഡിസൈനിങ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കോഴ്സുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പം അതിലേതെങ്കിലും ഒരെണ്ണത്തിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ഫീൽഡിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ കഴിവ് പൂർണ്ണമായിട്ട് എടുക്കുക. അല്ലാതെ നമ്മളിങ്ങനെ ഒരു ഉള്ളത് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് കാര്യമില്ല. അത് പഠിച്ചു കഴിഞ്ഞാൽ പല മേഖലയിൽ നിങ്ങൾക്ക്, അതായത് എംബ്രോയിഡറിയിലും ഏത് ഡിസൈനുകളായാലും യൂണിഫോം എന്ത് വേണ്ട, എന്തൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വേണമെങ്കിൽ ഒരു ഷോപ്പ് വരെ ഇടാൻ പാകത്തിന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സജഷനും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ ഇടുക കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.